ഇപ്പം ഇവിടെ ഈ സമസ്തയുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഈ ചേരിതിരിവിൻ്റെ അടിസ്ഥാന ഹേതു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ സാധാരണഗതിയിൽ പറയാറുണ്ട്, കർമ്മശാസ്ത്രത്തിൽ ഞങ്ങൾ നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണ്. അഖീദയുടെ വിഷയത്തിൽ ഒന്നുകിൽ അബുൽ ഹസൻ അഷ്അരിയെ അതല്ലെങ്കിൽ അബു മൻസൂർ അൽ മാതുരീദി, ഈ രണ്ടാലൊരു ഇമാമുമാരെ പിന്തുടരുന്ന ആളുകളാണ്, തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണെന്ന് ആണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് ഇസ്തിഗാസ പോലെയുള്ള ഷിർക്കൻ ആചാരങ്ങളെ സ്ഥാപിക്കാനാണെങ്കിൽ ഈ അഷ്അരിയത്തിലേക്കും മാതുരീദിയത്തിലേക്കും ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പഴയകാല പണ്ഡിതന്മാർക്കാർക്കും ഇവർ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇസ്തിഗാസ അറിയില്ല. അപ്പോൾ ഒരു ഭാഗത്ത് സമസ്ത ആശയപരമായിക്കൊണ്ട് അഹ്ലുസുന്നയിലേക്ക് അല്ലെങ്കിലും അഷ്അരിയത്തിലേക്ക് മടങ്ങാണ്. നല്ല സൂചനയാണ്. അഷ്അരിയത്തിലേക്ക് മടങ്ങാണ്. എന്നാൽ ഈ തസവ്വുഫുമായി നടന്നിരുന്ന, ഷിയായിസവുമായി നടന്നിരുന്ന പഴയ കാലത്തെ കുറേ ആളുകൾ ഉണ്ടാക്കി തീർത്ത ഈ എന്താണ് പറയുക, ഇസ്തിഗാസ എന്ന് പറയുന്ന സംഭവം, ഈ സംഭവത്തെ ഇത് പ്രപിതാക്കന്മാരിൽ നിന്ന് കണ്ട് ആ നിലക്ക് പഠിച്ചു പോകുന്ന ആളുകൾ ഇതാണ് സമസ്ത എന്നുള്ള നിലക്ക് അതിനെ കൊണ്ടെടുക്കണം. അപ്പോൾ ആ നിലക്ക് ഒന്ന് സമസ്ത അത് അഷ്അരിയത്തിലേക്ക് മടങ്ങുന്നു, വേറൊരു ഭാഗത്ത് അതിനെ സൂഫിയത്തിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. രണ്ടാണെങ്കിലും ശരിയല്ല. അഷ്അരിയത്തിലേക്കുള്ള മടക്കും ശരിയല്ല, അതേപോലെ തന്നെ സൂഫിയത്തിലുള്ള ഉറച്ചു നിൽക്കലും ശരിയല്ല. അടിസ്ഥാനപരമായി കൊണ്ട് അഹ്ലുസുന്നയിലേക്ക് മടങ്ങുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബുൽ ഹസൻ അഷ്അരി റഹിമഹുല്ല അദ്ദേഹം അൽ ഇബാന എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് തനിക്ക് വന്ന എല്ലാ സ്ഖലിതങ്ങളിൽ നിന്നും മാപ്പ് പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഒഴിവാക്കി പോകുന്ന വഴിയാണ് അഷ്അരിയത്ത് എന്നുള്ള വഴി. അതായത് ആരാണോ ഈ ഒരു അല്ലെങ്കിൽ സരണി അതല്ലെങ്കിൽ ചിന്താധാരയുണ്ടാക്കിയത്, അദ്ദേഹം തന്നെ അതിൽ നിന്ന് എന്തായിട്ടുണ്ട്, പിന്തിരിഞ്ഞ് പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഉസ്താദുമാരോടും അതുപോലെ തന്നെ നേതാക്കന്മാരോടും അതല്ലെങ്കിൽ ഉമറാക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ആ അഷ്അരിയത്തിൻ്റെയും വഴി ഉപേക്ഷിച്ച് നേരെ അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഹിദായത്തിന് അത് വലിയ കാരണമാകും.